പൊയ്ക ഇടമലയാറിന്റെ ഒരു മലയടിവാരത്തിലെ കൈവഴിയാണ്. ഇത്ര വൈബുള്ള ഒരു സ്ഥലം, ഇത്ര ഭംഗിയാർന്ന, ഇതുപോലെ ശുദ്ധമായ ഒരു ജലം എന്ന് ഒഴുകുന്ന ഒരു നദി എന്ന് പറയുന്നത് അത്ര മനോഹരമാണ്. പളുങ്കുപോലെ ഒഴുകുന്ന ഒരു പുഴ. അതാണ് ഈ പറയുന്ന മലകളുടെ ഇടയിൽ നിന്ന് വളരെ ദൂരെയല്ലാതെ വളരെ പെട്ടെന്ന് വലിയ വ്യാപ്തിയുള്ള ഒരു പുഴയായിട്ട് കലങ്ങിക്കുത്തി പെരിയാറായി ഒഴുകുന്ന പൊയ്ക. ഇപ്പോഴും ഈ വെള്ളത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കുടിക്കാവുന്ന ഒരു വെള്ളം, പൊള്യൂട്ടഡ് ആവുന്നില്ല. അല്പം ഹാർഡ് വാട്ടറാണ്, അല്പം തിക്ക് കൂടിയൊരു സാന്ദ്രത കൂടിയ ഒരു ജലമായിരുന്നു. പിന്നെയുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതില് ഇതിനു മുമ്പ് പലപ്പോഴും ശ്രദ്ധിച്ചേക്കുന്ന കാര്യം, ഈ ധാതു നിക്ഷേപങ്ങൾ ധാരാളമായിട്ടുള്ള ഒരു സ്ഥലം. പലതരത്തിലുള്ള നമ്മൾ സാധാരണ രീതിയിൽ കാണാത്ത പല കണ്ടന്റുകളും ഈ മണ്ണിലുണ്ട്. കുയിൽ മത്സ്യങ്ങളുടെ വലിയൊരു കലവറയായിരുന്നു. കുയിൽ മത്സ്യങ്ങള് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെക്ടർ കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ചെറിയ മൂവാറ്റുപുഴയാറിന്റെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കുയിൽ മത്സ്യങ്ങളുണ്ട്. കുയിൽ മത്സ്യങ്ങൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ കണ്ടുവരുന്ന ഇടമലയാറിന് ഈ പൊയ്ക നദിയിൽ ഇതിലൊക്കെ ആയിട്ട് വളരെ റെയർ ആയിട്ടുള്ള മീനുകളുടെ ഒരു സ്പീഷ്യസ് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ തോട്ടയിട്ടും മരുന്നിട്ടും വിഷം കലക്കിയും ഡ്രാസ്റ്റിക്കായിട്ട് ഇന്ന് ഇടമലയാറിലെ ഈ പറയുന്ന പൊയ്കയിലെ മീനുകള് മത്സ്യസമ്പത്ത് എന്ന് പറയുന്നത് ഇല്ലാതായി. ഇവിടെയൊക്കെ നേരത്തെ എന്ന് പറഞ്ഞാൽ ചെറിയ പെരുപെരുവായിട്ടുള്ള പരൽ മീനുകൾ ധാരാളം ഇങ്ങനെ പാഞ്ഞു നടക്കുന്ന ഒരു ഓരമൊക്കെ ആയിരുന്നു ഇത്. പക്ഷെ അതൊന്നും ഇപ്പൊ ഇല്ലാതായി. മീനുകളെന്ന് പറയുന്നത് നമുക്കിനി പൊയ്ക നദിയിൽ ഇനി മീനുകളില്ലാത്ത ഒരവസ്ഥയിലേക്ക് അതീവ ദുഃഖകരമായിട്ട് വളരെ വേദനാജനകമായ രീതിയിൽ നമ്മുടെ നദികൾ, അതായത് ഒരു ഉത്ഭവത്തിൽ പോലും നമുക്ക് നമ്മുടെ നദിയിൽ ഇത്തരത്തിലുള്ള മത്സ്യസമ്പത്തും ജീവജാലങ്ങളൊന്നും ഇല്ലാത്ത വരണ്ട മൃത നദികളായിട്ട് മാറിയിരിക്കുക. നദികൾ, തടാകങ്ങൾ തുടങ്ങിയ ജലസ്രോതസ്സുകളിൽ നേരിട്ടോ അല്ലാതെയോ നിരവധി മാലിന്യങ്ങൾ പുറന്തള്ളുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണത്തെ ജലമലിനീകരണം എന്ന് വിളിക്കുന്നു. ജലമലിനീകരണം നമ്മുടെ പരിസ്ഥിതിയിൽ ഗുരുതരവും അപകടകരവുമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്. നഗരമാലിന്യ സംസ്കരണ പ്രക്രിയയിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിട്ടുനിന്നതോടെ ജനങ്ങൾ മാലിന്യ നിക്ഷേപം പുഴകളിലും ജലസ്രോതസ്സുകളിലുമാക്കി. പാലങ്ങളുടെ മുകളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അറവുശാല മാലിന്യങ്ങളും ഹോട്ടൽ റെസ്റ്റോറൻറ്റുകളും എന്തിനേറെ ബാർബർ ഷോപ്പിൽ നിന്നും വെട്ടിയ മുടി വരെ നിക്ഷേപിക്കുവാൻ പുഴകളെ ജനങ്ങൾ തെരഞ്ഞെടുത്തു. നിയമങ്ങൾ നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും അഴിമതി രംഗത്ത് കൈകോർത്തതോടെ മാലിന്യ നീക്കം കുത്തഴിഞ്ഞു. മാലിന്യ സംസ്കരണം എന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തങ്ങളുടെ അതിബാധ്യതയായി കണക്കാക്കി. നമുക്ക് അവശേഷിക്കുന്ന ഒരു പുഴയായി പൊയ്ക എന്ന് പറയും. ഇനി ഇതുപോലെയുള്ള നദികളൊന്നും വേറെയില്ല, ഇതുപോലെയുള്ള വനങ്ങളും വേറെയില്ല. ഈ കേരളത്തിലെ കന്യാവനം എന്നൊക്കെ പറയുന്നത്, അതായത് വെർജിൻ ഫോറസ്റ്റ്, നമുക്ക് ഒരുപാടൊന്നുമില്ല. കാരണം മനുഷ്യരെപ്പോഴും ഇങ്ങനെ കൂടെ കയറി ഇറങ്ങി അവർക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ വൃത്തികേടുകളും ചെയ്യുന്ന വനങ്ങളാണ് നമുക്ക് പൊതുവേ ഉള്ളത്. പക്ഷെ ഈ പൊയ്ക നദിയുടെ അപ്പുറത്തുള്ള ഒരു ഫോറസ്റ്റ് ഇപ്പോഴും ഉണ്ടല്ലോ, വെർജിൻ ഫോറസ്റ്റ്. ജലമലിനീകരണത്തിന് കാരണമായ ആളുകളെയോ സംഘടനകളെയോ വിജയകരമായി പ്രോസിക്യൂട്ട് ചെയ്യാൻ പ്രാപ്തമായ ഒരു നിയമ ചട്ടക്കൂട് നമുക്കുണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ വേണ്ട ആർജവം നമുക്കില്ല എന്നതാണ് സത്യം.